ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നലെ നടന്ന ഹിന്ദി 2024 ഡിസംബറിൽ നടന്ന ഹിന്ദി എക്സാമിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു വിചാരിക്കുകയാണ്. 2 മണിക്കൂറാണ് നമ്മുടെ സമയം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഖണ്ഡ് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തരലേക്ക്. ഈ ഒരു പാസേജ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. ഓക്കെ. ആദിത്യ का घर स्कूल के पास है. ആദിത്യൻ്റെ വീട് സ്കൂളിനടുത്താണ്. इतना कि स्कूल से आती आवाज़ें उसके घर में सुनाई देती है. इतना कि എത്ര എന്ന് വെച്ചാൽ സ്കൂൾ സി ആത്തി, സ്കൂളിൽ നിന്ന് വരുന്ന ആവാസ് എന്ന് പറഞ്ഞ ശബ്ദങ്ങൾ ഉസ്കി घर में सुनाई देते हैं, അവൻ്റെ വീട്ടിൽ കേൾക്കുമായിരുന്നു. വഹ് ആരാം സെ സ്കൂൾ ജാനേക്ക് തയ്യാറി കർത്ത ഹെ. അതുകൊണ്ട് തന്നെ അവന് വളരെ ആരാംസെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ട് അല്ലെങ്കിൽ വളരെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ മെല്ലെ പോകുമായിരുന്നു. ഈ വഹ് റോസ് സമയ് പർ സ്കൂൾ പഹുഞ്ച്താ ഹ. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്തുമായിരുന്നു. ആദിത്യ റോട്ടി ഓർ സബ്ജി കാ നാശ്ത കർത്ത ഹെ. ആദ്യത്തെ എന്താ കഴിക്കുന്ന? റൊട്ടിയും അതേപോലെ സബ്ജിയുമാണ് കഴിക്കുന്നത്. തബ് ഉസ്കി മാം ദർവാസെ പർ ഗഡി ഹോത്തി ഹെ. അപ്പോൾ അവൻ്റെ അമ്മ ദർവാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇത്രയാണ്. ഇനി നമുക്ക് നോക്കാം. ആദിത്യക്ക് ഗർ കഹാ ഹെ. ആദിത്യൻ്റെ വീട് എവിടെയാണ്? അതിൻ്റെ ഉത്തരം ഇതാ ഫസ്റ്റ് തന്നെ ഉണ്ട്, സ്കൂൾ കെ പാസ് ഹെ. അപ്പോൾ സ്കൂൾ കെ പാസ് എവിടെയാണെന്ന് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. രണ്ടാമത്തേത് ആദിത്യ കൈസെ സ്കൂൾ ജാനേക്ക് തയ്യാറി കർത്ത ഹെ. എങ്ങനെയാണ് അവന് സ്കൂളിൽ പോകാനുള്ള പ്രിപ്പറേഷൻ തയ്യാറി നടത്തുന്നത്? ആരാംസെ എന്നുണ്ടല്ലേ, സ്കൂൾ ജാനേക്ക് ആരാംസെ സ്കൂൾ ജാനേക്ക് തയ്യാറി കർത്തേ ഹെ. അപ്പോൾ നമുക്കെന്താ ആരാംസെ എന്ന് എഴുതാം. അതിവിടെ ഉണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ആദിത്യ നാസ്തേമേ ക്യാ ഖാത്തേ ഹെ. എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്? അത് നമ്മളിവിടെ പറഞ്ഞു, റോട്ടി ഓർ സബ്ജി. ഓക്കെ. അപ്പോൾ റോട്ടി ഓർ സബ്ജി ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത ദർവാസെ പർ കോൺ ഗഡഹ ഹോത്തേ ഹെ. ആരാണ് വാതിൽക്കൽ നിൽക്കുന്നത്? അമ്മയാണല്ലേ. അമ്മ എവിടെ? ദാദിയല്ല, ബഹനല്ല, ഞാനിയല്ല, അമ്മ. ഓക്കെ. ഇനി അടുത്തത് സഹി പ്രസ്താവ് ചുൻകർലിക്ക്. ആദ്യത്തെ റോസ് സമയം ഇപ്പോൾ സ്കൂൾ നെഹി പഹുഞ്ച്താ ഹെ. കൃത്യസമയത്ത് സ്കൂളിൽ എത്താറില്ല, അത് തെറ്റാണ്. ആദ്യത്തെ റോസ് സമയം സ്കൂൾ പഹുഞ്ച്താ ഹെ, അത് ശരിയാണ്. ആദ്യത്തെ കവി സമയം സ്കൂൾ പഹുഞ്ച്താ ഹെ. വല്ലപ്പോഴുമാണ് സ്കൂൾ സമയത്ത് എത്തുന്നത്. ആദ്യത്തെ കവി സമയം സ്കൂൾ നെഹി പഹുഞ്ച്താ ഹെ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എത്രയാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ ഇത് 5 മാർക്ക് നിങ്ങൾക്ക് സെറ്റായി. അപ്പോൾ അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ദാ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്തത് ഇൻസാനിയത് കെ മിസാൽ എന്ന പാഠഭാഗത്തു നിന്നുള്ളൊരു പാസേജാണ്. വായിച്ച് നോക്കാം. ബദ്രീനാഥ് ഉത്തരാഖണ്ഡ് മേ 18 दिनों से फैसे लोगों की जन बचाने का काम ख़त्म हो चुका है. कई लोगों ने अपनी जान हथेली पर रखकर यह काम किया है. उत्तराखंड में आए सैलाब ने बद्रीनाथ में भी जमकर तबाह मचाई. അപ്പോൾ ആ ഒരു പാസേജ് ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തവർക്ക് അറിയാം. ഇതേ ഒരു പാസേജ് വന്നിരുന്നു. നമ്മൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഉത്തരാഖണ്ഡ് കോൺസി പ്രാകൃതിക് ദുർഘടന ഹുയി. എന്ത് പ്രകൃതി ദുരന്തമാണ് ഉണ്ടായത്? അപ്പോൾ ഇവിടെ ഉണ്ട് ഉത്തരാഖണ്ഡ് സൈലാബിനെ അപ്പോൾ സൈലാബ് അല്ലേ, അതാണ് ഉത്തരാഖണ്ഡിൽ വന്നത്. അത് ഇവിടെ ഉണ്ട്. उत्तराखंड में बाढ़ അല്ലെങ്കിൽ സൈലാബ് की प्रकृति दुर्घटना हुई. ഇനി അടുത്തത് പ്രകൃതി का संरक्षण हमारा कर्तव्य है സന്ദേശത്തിലേക്ക് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ പ്രകൃതിൻ്റെ സംരക്ഷണം നമ്മുടെ കർത്തവ്യമാണ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പോസ്റ്റർ സെയിം നമ്മൾ പ്രീവിയസ് ഇയറിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ നല്ല ബോർഡർ വരയ്ക്കണം. അതേപോലെ തന്നെ സന്ദേശം എന്തെങ്കിലും മെസ്സേജ് എഴുതണം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇതിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്. പ്രകൃതി സംരക്ഷണ ഹമാര കർത്തവ്യ, ഹമാര പൃഥ്വി ഹമാരി മഹാം. നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. ഇസ്ക സമ്മാൻ കരെ, അതിനെ ബഹുമാനിക്കണം. വൃക്ഷ ലഗായെ ജൽ സഞ്ചയൻ കരെ പ്രദൂഷൺ കം കരെ. വൃക്ഷങ്ങൾ
വെച്ച് പിടിപ്പിക്കുക. ജൽ സഞ്ചയം കരെ എന്ന് പറഞ്ഞാൽ ജലം സംരക്ഷിക്കുക. പ്രദൂഷൺ മലിനീകരണം കുറയ്ക്കും. പ്രകൃതിക്ക് രക്ഷാ കരെ അപ്പിനെ ഭവിഷ്യക്ക് രക്ഷ. പ്രകൃതിയെ രക്ഷിക്കൂ, നമ്മുടെ ഭാവി സംരക്ഷിക്കും. ഇതിലേതെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾ എഴുതുക. പിന്നെ നമ്മൾ പേട് പൗത ഒക്കെ നമ്മൾ വരയ്ക്കുക. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. മനോഹരമാക്കുക. 4 മാർക്കാണ് ഈ ഒരു പോസ്റ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഓരോ ആക്ടിവിറ്റീനും 5 മാർക്കാണ് കേട്ടോ. ഇനി അടുത്തത് മുർജായ ഫൂൽ കവിത എന്ന കുറച്ച് കാര്യങ്ങളാണ്. ഗുസരോ അഗർ പാസ് സെ ഹിസ്കെ ഇസെ ചോട്ട് പഹുഞ്ചാന മത്. ജീവൻ കി അന്തിം ഘടിയോ മേ ദേക്കോ ഇസെ രുലാന മത്. അപ്പോൾ ഗുസറോ അതിൻ്റെ അടുത്തുകൂടെ പോയിക്കോ, പക്ഷേ എന്ത് ചെയ്യരുത്, അതിനെ ചോട്ട്, അതിന് മുറിവൊന്നും പറ്റരുത്. ഓക്കെ, ഇതായിരുന്നു. ദുഃഖ് ദേനാക്ക സമയ ആശയവാല സമാൻ ആശയവാല ശബ്ദ കവിതാംശ സെ ചുൻകർ ലിഖ. അപ്പോൾ ഇവിടെ ദുഃഖ് ദേന എന്ന് വേദനിപ്പിക്കുക എന്നർത്ഥം വരുന്ന വേർഡ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹസാന, രുലാന, ബാഘ്ന, ഖിലാന. അപ്പോൾ നമുക്ക് എന്താണ് ദുഃഖ് ദേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? രുലാന. ഓക്കെ, രുലാന. അപ്പോൾ ഫസ്റ്റിൻ്റെ ആൻസർ എന്താണ്? രുലാന. ഇനി അടുത്തത് ഇസ്നെ ദോ സഹി പ്രസ്താവ് ചുൻകലുക. ഇവിടെ 4 പ്രസ്താവനകളുണ്ട്. അത് 2 ശരിയുള്ളൂ. അത് നിങ്ങളോട് എടുത്തെഴുതാനാണ്. മുർജായ ഹുവേ ഫൂൽക്കോ ചോട്ട് നഹി പഹുഞ്ചാനി ഹെ. അത് ശരിയാണ്. അതിന് മുറിവൊന്നും പറ്റരുത്. മുർജായ ഫൂൽസ് ചോട്ട് പഹുഞ്ചാനി ഹെ, അതിന് മുറിവ് പറ്റണം. അപ്പോൾ അത് തെറ്റാണ്. മുർജായ ഫൂൽക്കോ രുലാന ഹെ, മുർജായ ഫൂൽക്കോ രുലാന നഹി. അപ്പോൾ ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? മുർജായ ഫൂൽക്കോ ചോട്ട് നഹി പഹുഞ്ചാനി ഹെ, മുർജായ ഫൂൽക്കോ രുലാന നഹി ഹെ. ഇതാണ് സഹി പ്രസ്താവന. അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെടുത്ത് എഴുതുക. ഇനി അടുത്ത് നോക്കാം. അഗർ ആപ്പ് മുർജായ ഫൂൽ കെ പാസ് മേ ഗുസരെ തോ ഉസെ ചോട്ട് നഹി പहुंचे. ये हाशिया वाली पंक्ति. അത് സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ആശയം, അതായത് അതിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിന് വേദന. അത് ഫസ്റ്റ് 2 ലൈനാണ്. ഗുസരോ അഗർ പാസ് സെ ഇസ്കെ ഇസെ ചോട്ട് പഹുഞ്ചാന നഹി. അതാണ് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റി നോക്കാം. ദോബായി എന്ന പിന്നെ പാഠഭാഗത്തു നിന്നുള്ളതാണ്. ചോട്ടാബായി ഗലിഹാൻ പർ ഹി രുഖാത്ത. ചോട്ടാബായി അവിടെ എന്താണ് നമ്മുടെ സ്റ്റോർ റൂമിൽ തന്നെ നിന്നു. യഹ് സോച്ചനെ ലഗ ബായ്ക്ക് ഷാദി ഹോ ഗയി ഹെ. എന്താ ചിന്തിച്ചത്? സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഉൻക പരിവാർ ഹെ, കുടുംബമുണ്ട്. ഇസ്ലിയെ ഉനെ ജാദ ഗേഹുക്കി സരൂരത്ത് ഹെ. കൂടുതൽ ധാന്യത്തിൻ്റെ ആവശ്യം ആർക്കാണ്? ചേട്ടനാണ്. വഹ് यह सोचकर उसे अपने टर से कई टोकरी लेकर बड़े बाई वाले टर में मिला दिया. അപ്പോൾ അത് ആലോചിച്ച് കുറേ അടുത്ത് ബായിൻ്റെ കൂമ്പാരത്തിലേക്ക് ഇട്ടു. ഓക്കെ, ചോട്ടാ ബായി കഹി രുഖാപ്പെടാത്ത. എവിടെയായിരുന്നു ചോട്ടാബായി? ഗലിഹാൻ പർ. അപ്പോൾ അത് ഇവിടെ ഉണ്ട്. ചോട്ടാബായി ഗലിഹാൻ പർ ഹി രുഖാ നഹി രഹാത്ത. ഇനി അടുത്തത് സംഗോദോക്ക് സഹായത്തിന് ചോട്ടാബായിക്ക് വിചാരോക്ക് ഡയറി രൂപസെ ലിഖാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എഴുതിയാൽ മതി. കാരണം ഇവിടെ തന്നെ ഉണ്ട്, സെൻറ്റൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഡയറി എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് നമ്മൾ പറഞ്ഞിരുന്നു താരീഖ് എഴുതണം. താരീഖ് എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 12 ഡിസംബർ അങ്ങനെ നമ്മൾ താരീഖ് എഴുതണം. അതേപോലെ തന്നെ അത് നമ്മൾ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതിയില്ലെങ്കിൽ താരീഖ് എന്ന് ഇവിടെ എഴുതണം. ആജ്മേ ബഹുത്ത് ഖുഷ് ഹോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആജ്മേനെ ബഡേ ബായ്ക്ക് സാത്ത് ഗേഹു की फसल काटी. बड़े भाई की शादी हो गई है, उनके परिवार है, इसलिए उन्हें ज़्यादा गेहूँ की ज़रूरत होगी. मैंने गेहूँ की कई टोकरी उसे दे दी. അപ്പോൾ ഇവിടെയുള്ള സെൻറ്റൻസൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് മെച്ചപ്പെടുത്തി ഇവിടെ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പമുള്ളതാണ്. ഇവിടെ താരീഖ് എഴുതാൻ ആരും മറന്നു പോകരുത്. ഇനി അടുത്ത ആക്ടിവിറ്റി നമുക്ക് നോക്കാം. നന്നാ ഉള്ളൂ. तो सेम प्रीवियस क्वेश्चन पेपर तന്നെയാണ്. अगली रात नन्हे उल्लू ने समुद्र की लहरें की आवाज़ सुनी. समुद्र में कितने लहरें हैं? उससे अम्मा से पूछा. बहुत सी. अम्मा बोला कितने? नन्हे उल्लू से फिर पूछा. आओ जाकर गिन ले. अम्मा ने जवाब दिया. नन्हा उल्लू उड़कर समुद्र के किनारे पहुंचा.
നന്ന ഉല്ലു ഉടുക്കർ കഹാം പഹുഞ്ച. എവിടെയാണ് നന്ന ഉല്ലു എത്തിയത്? അതിവിടെ തന്നെ ഉണ്ട്, ലാസ്റ്റ് സമുദ്രക്കെ കിനാരെ. അപ്പോൾ നന്ന ഉല്ലു ഉടുക്കർ സമുദ്രക്കെ കിനാരെ പഹുഞ്ച. ഇനി അമ്മ ഉല്ലും നന്ന ഉല്ലും തമ്മിലുള്ള സംഭാഷണമാണ്. നന്ന ഉല്ലു അമ്മ ഏക്ക് ബാത്ത് പൂച്ചു, അപ്പോൾ അമ്മ ഉല്ലു പറയണ ഹാ പൂച്ചോ. അപ്പോൾ നന്ന ഉല്ലു ഇവിടെ എന്താ പറഞ്ഞത്? സമുദ്രമേ കിത്തിനെ ലഹരി ഹെ. ഈ സംഭാഷണങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ അമ്മ സമുദ്രമേ കിത്തിനെ ലഹരി ഹെ. അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്? ബൗത്സി എന്ന് പറഞ്ഞു. പിന്നെയും ചോദിച്ചു കിത്തിനെ അല്ലേ, ബൗത്സി. അപ്പോൾ നന്ന ഉല്ലു പിന്നെയും ചോദിച്ചു കിത്തിനെ. അപ്പോൾ അമ്മ ഉല്ലു ജാവോ ജാക്ക ഗില്ലേ, പോയിട്ട് എണ്ണാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇതെന്ന്. ഈ ഒരു സെൻറ്റൻസ് ഇവിടെ നന്ന ഉല്ലു പറഞ്ഞത് ഏതാണ്, അമ്മ ഉല്ലു പറഞ്ഞത് ഏതാണെന്ന് നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റി, എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അടുത്തത് ഈ പിക്ചറാണ്. പിക്ചറിലുള്ള കാര്യങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്താണ്. ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ ചിത്രത്തിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു വൃദ്ധനായ ഒരാളും പിന്നെന്തോ വെള്ളം കൊടുക്കുന്നു, പിന്നെ ആ വെള്ളം ആ വൃദ്ധന് ചെടിക്ക് ഒഴിക്കുന്നു, എന്നിട്ടാണ് കുടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബൂട്ട ആത്മി പാനി പീതഹെ. അപ്പോൾ ആദ്യം അതാണോ നടന്നത്? ബൂട്ട ആത്മി എന്ന് പറഞ്ഞാൽ വൃദ്ധനായ ആൾ പാനി കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ബൂട്ട ആത്മി തക്കാ ഹുവ ബൈട്ട. ബൂട്ട ആത്മി വൃദ്ധനായ ആൾ തക്കാ ഹുവ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതാണ് ഫസ്റ്റ് എഴുതേണ്ടത് അല്ലേ. ക്ഷീണിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് നമ്മൾ ആദ്യം കണ്ടത്. നെക്സ്റ്റ് ബൂട്ട ആത്മി പൗധോക്കോ പാനി ദേത്താ ഹെ. ബൂട്ട ആത്മി വൃദ്ധനായ ആൾ പിന്നെ പൗധോക്കോ ചെടികൾക്കാണ് വെള്ളം കൊടുക്കുന്നത്. ലടുക്കെ പാനിക്ക് ബോത്തൽ ബോട്ട് ആത്മിക്കോ ദേത്തേ ഹെ. പെൺകുട്ടി പാനിയുടെ ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ വൃദ്ധന് കൊടുക്കുന്നു. അതാണ് രണ്ടാമത് കണ്ടത്. മൂന്നാമത്തേത് ആ വൃദ്ധന് പാനി ആർക്ക് കൊടുക്കുകയാണ്? ചെടിക്ക് കൊടുക്കുകയാണ്, പൗധോങ്കോ കൊടുത്തേഹന്. ലാസ്റ്റ് വണ്ണാണ് ഉചിത് ശീർഷകാണ് അടുത്തത് എഴുതാൻ പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ബൂഢ ആത്മി ഓറിലടുക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ എഴുതുക. ഇഷ്ടമുള്ളതല്ല, ഇതിനോട് യോജിച്ചത് എഴുതുക. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതുക? ദയാലുതാക്ക പ്രദർശൻ.